KPCCയിൽ പുതിയ കോർ കമ്മിറ്റി 17-അംഗ സമിതിയാണ് പ്രഖ്യാപിച്ചത്. ദീപാദാസ് മുൻഷിയാണ് കമ്മിറ്റിയുടെ കൺവീനർ. ധനസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, ഈ പുതിയ കോർ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്, മറ്റ് വിശദാംശങ്ങൾ? KPCC ഭാരവാഹികൾക്കും അതേപോലെ തന്നെ KPCCയിലെ രാഷ്ട്രീയകാര്യ സമിതിക്കും മുകളിലായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോർ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അത് ക്രോഡീകരിക്കുക, അതിന്റെ ഏകോപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമിട്ടാണ് കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 17-അംഗ കോർ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ഒപ്പിട്ട ഒരു കമ്മിറ്റി റിസൾട്ടാണ്, ഇതിന്റെ ഒരു കോപ്പി റിലീസാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്തായിട്ട് തന്നെ ആദ്യം KPCC അധ്യക്ഷന്റെ പേര് തന്നെയാണ്. സണ്ണി ജോസഫ് മെമ്പറായിരിക്കും. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AK ആന്റണി കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. കാര്യം AK ആന്റണി ഏറെ നാളുകൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുകയാണ്. ഇതുകൂടാതെ KC വേണുഗോപാൽ, സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ PCC അധ്യക്ഷന്മാരായിട്ടുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ രമേശ് ചെന്നിത്തല, പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് കൊടിക്കുന്നിൽ സുരേഷ്, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റുമാരായ VM സുധീരൻ, MM ഹസൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരെ കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17-ാമത്തെ അംഗമായി വനിതാ പ്രാതിനിധ്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഷാനിമോൾ ഉസ്മാനെ കൂടി 17-ാമത്തെ നമ്പറായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങ് 17-അംഗ കോർ കമ്മിറ്റിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. കാര്യം കോർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുമ്പോൾ കോർ കമ്മിറ്റിയുടെ കൺവീനർ ആരാണ് എന്നുള്ളത്, അത് കേരളത്തിൽ നിന്നുള്ള ഒരാൾ വരികയാണെങ്കിൽ അത് സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പേരിൽ തന്നെ ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ആ സാധ്യത കൂടി ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കാണ് ഇപ്പോൾ ചുമതല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ദീപാദാസ് മുൻഷിയാണ് ഇതിന്റെ കൺവീനറായി ചുമതല വഹിക്കുക. ഈ കോർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ധനസുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ പലപ്പോഴും ഈ KPCC പട്ടികയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പട്ടിക വരണമെന്നൊക്കെയുള്ള ഒരു വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ചു കണ്ടാണോ ഈ 17-അംഗ കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അജി കുഞ്ഞുമോൻ, ഈ കോർ കമ്മിറ്റിയിലേക്ക് ഒരു നടന്നു നീങ്ങിയ ഒരു സാഹചര്യം കൂടി വ്യക്തമാക്കാം. കാര്യം 59 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്, 13 വൈസ് പ്രസിഡന്റുമാര്, 3 വർക്കിംഗ് പ്രസിഡന്റുമാര്, KPCC അധ്യക്ഷൻ, ട്രഷറർ, ഇത് കൂടാതെ 39 അംഗ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ. ഇവരെല്ലാവരും കൂടുമ്പോൾ തന്നെ 116 പേരാണ്. ഒരു കാര്യം തീരുമാനിക്കാൻ ഈ 116 പേരെയും വിളിച്ചു ചേർത്ത് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ അറിയാം. നേരത്തെ തന്നെ ഈ കമ്മിറ്റികളെ മുകളിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയകാര്യ സമിതി നിയോഗിച്ചത്. ആദ്യം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, പിന്നീട് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് അംഗങ്ങൾ കൂടുതൽ ആളാകാൻ വേണ്ടിയുള്ള ഒരു വടംവലിയായിരുന്നു നടന്നത്. അങ്ങനെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും ഒരു 39 പേരായി മാറിക്കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റി കൊണ്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇനി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ്. അടുത്ത ആഴ്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായി ഇത് നിയന്ത്രിക്കാനും ഇതിന്റെ ഏകോപിപ്പിക്കുവാനും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു സമിതി വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് തന്നെ 12 നേതാക്കന്മാരെയാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്ന നേതാക്കന്മാരുടെ ഒരു പരിഗണന എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ടായിരുന്നു. ശശി തരൂർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ പ്രവർത്തക സമിതി അംഗങ്ങൾ പങ്കെടുക്കുന്നവരുണ്ട്. ഇതുകൂടാതെ UDF കൺവീനറുണ്ട്. പിന്നെ മുൻ PCC അധ്യക്ഷന്മാരായിട്ടുള്ളവരെ കൂടി വിളിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് K മുരളീധരൻ പങ്കെടുത്തത്. അതിനുശേഷമാണ് K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ 1-to-1 എന്ന രീതിയിൽ പ്രസിഡന്റിനോട് മല്ലികാർജ്ജുന ഖാർഗെയോട് സംസാരിച്ചത്. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഷാനിമോൾ ഉസ്മാനെ, AICC സെക്രട്ടറി കൂടിയായിരുന്ന ഷാനിമോൾ ഉസ്മാൻ, മഹിളാ കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് കൂടിയായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനെയും ഇപ്പോൾ ഈ കമ്മിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. AK ആന്റണി ഉൾപ്പെടുന്ന ഒരു സമിതി ഉണ്ടെങ്കിൽ
ആ സമിതിക്ക് മുകളിലേക്ക് ഒരു നോ പറയാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എ കെ ആന്റണിയെ, ഏറ്റവും മുതിർന്ന ഒരു കാരണവർ സ്ഥാനമുള്ള എ കെ ആന്റണിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ഈ 1-ാം തീയതിയാണ്. ഇനി നാളെ, അതായത് നവംബർ 1 മുതലാണ് പ്രചരണം ആരംഭിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം ആരംഭിക്കാൻ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സമിതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കോർ കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിട്ട് ഇനി കോർ കമ്മിറ്റി പ്രവർത്തിക്കും. അതിലാണ് ഈ 17 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KPCC-യിൽ പുതിയ കോർ കമ്മിറ്റി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കുകയാണ്. മീഡിയ 1 17-അംഗ സമിതിയാണ് പ്രഖ്യാപിച്ചത്. ദീപാദാസ് മുൻഷിയാണ് കമ്മിറ്റിയുടെ കൺവീനർ. ധനുസുമോദാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.